ഹായ് ഓൾ, വെൽക്കം ടു എയ്സ് ആപ്പ് ലേണിംഗ്. ഈ വർഷത്തെ അവസാന മാസമായിട്ടുള്ള ഡിസംബറിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ്? ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഈ മന്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ 2025 ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിലെ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. നമുക്ക് വരുന്ന പരീക്ഷയ്ക്കായി കറണ്ട് അഫയേഴ്സ് സെറ്റാക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. സോ നമ്മൾ എല്ലായ്പ്പോഴും പഠിക്കുന്ന പോലെ ആദ്യം പഠിക്കുന്നത് കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. സോ 2025 ഡിസംബർ മാസത്തിലെ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സോ ആദ്യ ചോദ്യം, സംസ്ഥാനത്ത് കടലാസ് രഹിത കടുവ കണക്കെടുപ്പിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? എം സ്ട്രൈപ്സ് എന്നാണ് ആ ആപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് പേപ്പർലെസ് ആയിട്ട് കടുവകളുടെ കണക്കെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ് എം സ്ട്രൈപ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 3 എന്ന് പറയുന്നത് നാവികസേനാ ദിനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശംഖുമുഖത്ത് നേവി എക്സസൈസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ഒരു നേവി എക്സസൈസിന് തിരുവനന്തപുരം ശംഖുമുഖം വേദിയാകുന്നത്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ആരാണ്? ദ്രൗപദി മുർമു ആണ്. അപ്പോൾ 2025 ഡിസംബർ 3 തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖത്ത് വെച്ചിട്ട് നാവിക സേനാ ദിനത്തോടനുബന്ധിച്ച് നാവിക അഭ്യാസം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. രാജ്യത്ത് ഒരു കർഷകന്റെ തനത് ഇനമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കിഴങ്ങ് വർഗമെന്ന ബഹുമതി സ്വന്തമാക്കിയത് മന്നയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. രാജ്യത്ത് ഒരു കർഷകന്റെ തനത് ഇനമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കിഴങ്ങ് വർഗമെന്ന ബഹുമതി സ്വന്തമാക്കിയത് മന്നയാണ്. മന്ന എന്നാണ്. അപ്പോൾ അവസാന 2 ചോദ്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ്സിലോട്ട് കിടക്കാം. അടുത്തത്, പൊതുസേവനം ലഭ്യമാക്കുന്നതിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയതിന് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത കേരളത്തിൻ്റെ 3 പദ്ധതികളാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആ ഒരു അത് ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് കെ സ്മാർട്ട്. ഡിജി കേരളം, പാലിയേറ്റീവ് കെയർ. സോ കേരളത്തിൻ്റെ ഒരു സംഭാവനയാണ് ഈ ഒരു പദ്ധതികൾ. കെ സ്മാർട്ട്, ഡിജി കേരളം, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാതൃകകൾക്ക് മറ്റു സംസ്ഥാനങ്ങൾ കൂടി ഈ ഒരു മാതൃകകൾ തിരഞ്ഞെടുക്കണം എന്ന ലക്ഷ്യവുമായിട്ട് കേരളത്തിലെ 3 പദ്ധതികളായിരുന്നു കെ സ്മാർട്ട്, ഡിജി കേരളം, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അറിഞ്ഞിരുന്നാൽ മതി. ഇനി രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി കേരളത്തിൽ ദേശീയപാത 66 PM ഇ ഡ്രൈവ് പദ്ധതിയുടെ ഭാഗമായി. അപ്പോൾ രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ഏത് ഹൈവേയിലാണ്? NH 66 അല്ലെ? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയപാതയാണ് NH 66 എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ഏത് ഹൈവേയിലാണ്? NH 66 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ എറണാകുളം ജനറൽ ആശുപത്രി ഒരു ബഹുമതി നേടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. അത് ഏത് ആശുപത്രിയാണ്? എറണാകുളം ജനറൽ ആശുപത്രിയാണ് ആ ഒരു ശസ്ത്രക്രിയ നടത്തുന്നത്. ഇനി നമ്മുടെ 2025 ഡിസംബറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായിട്ട് മാറിയിട്ടുള്ളത് ദിയ പുളിക്കക്കണ്ടമാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയാണ് ദിയ പുളിക്കക്കണ്ടം എന്ന് പറയുന്നത്. അറബ് മാതൃകയിലുള്ള
രാജ്യത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട് നമുക്കറിയാം സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പ്രശസ്തമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പോൾ അറബ് മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് നിലവിൽ വരുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി ഒരു ഇൻഡെക്സിനെ കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ കാര്യക്ഷമത വിലയിരുത്തുന്ന ദേശീയ സൂചികയായ സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സിൽ ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 1ാം റാങ്ക് ആണ്. അപ്പോൾ ഊർജ കാര്യക്ഷമത വിലയിരുത്തുന്ന ഒരു ഇൻഡെക്സ് ആണ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൽ കാറ്റഗറി 3 അല്ലെങ്കിൽ ഗ്രൂപ്പ് 3യിൽ 1ാം സ്ഥാനത്തെത്തിയ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. ഊർജ കാര്യക്ഷമത രംഗത്തെ സംസ്ഥാനത്തിന്റെ മികച്ച പ്രകടനത്തിനുള്ള ദേശീയ തലത്തിലുള്ള പുരസ്കാരമാണ് കേരളം സ്വന്തമാക്കിയത്. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സിന്റെ ഗ്രൂപ്പ് 3 പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 1ാം സ്ഥാനമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സോ 2025 കേരളവുമായി ബന്ധപ്പെട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പൊതുവെ കുറവാണ് മറ്റ് മാസങ്ങളെ സംബന്ധിച്ച്. നമ്മളിനി ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ തലത്തിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ GI ടാഗ് ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അത് ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഓക്കെ, ഉത്തർപ്രദേശിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി അംഗീകാരം ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് നിന്നാണ് ആ ഒരു റെക്കോർഡ്, ആ ഒരു ബഹുമതി ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങളുടെ പേര് മാറുന്നുണ്ട്, സ്ഥലങ്ങളുടെ പേര് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ എന്നാണ് അറിയപ്പെടുക, അല്ലേ? മുൻപ് അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി തൊട്ടിട്ട് ഈ അറിയപ്പെടുന്നത് എന്താണ്? ലോക് ഭവൻ എന്നാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഗവർണർമാരുടെ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് രാജ്ഭവൻ എന്നാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇനി തൊട്ടിട്ട് ഗവർണർമാരുടെ ഈ വസതി അറിയപ്പെടുന്നത് ലോക് ഭവൻ എന്നാണ്. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതിയായ രാജ്നിവാസിനി ലോക് നിവാസ് എന്നും അറിയപ്പെടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പേരുമാറ്റമാണ്. അപ്പോൾ രാജ്ഭവൻ എന്നായിരുന്നു ഗവർണർമാരുടെ വസതിയുടെ ആദ്യ പേര്. ഇപ്പൊ അതിന്റെ പേര് എന്താക്കി മാറ്റിയിട്ടുണ്ട്? ലോക് ഭവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ആ ഒരു വസതിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്നിവാസ് എന്നായിരുന്നു. ഇപ്പൊ എന്താണ്? ലോക് നിവാസ് എന്നാണ്. സോ അടുത്തത്, നീതി ആയോഗ് അടുത്തിടെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന് പ്രത്യേക ഒരു വിശേഷണം നൽകിയിട്ടുണ്ട്. ആ വിശേഷണമാണ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. സോ ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മിസോറാം ആണ്. ഓക്കെ, മിസോറാം എന്ന് പറയുന്ന വടക്കിഴക്കൻ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിനാണ് നീതി ആയോഗ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം എന്ന നാമകരണം ചെയ്യാൻ, ഇന്ത്യയുടെ പല പേരുകളൊക്കെ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ നഗരങ്ങൾക്ക്, ഓരോ സ്റ്റേറ്റുകൾക്ക് വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ നീതി ആയോഗ് ശുപാർശ ചെയ്ത എന്താണ് പേര്? ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം എന്ന് ശുപാർശ ചെയ്ത ഇന്ത്യയുടെ വടക്കിഴക്കൻ സ്റ്റേറ്റ് ആണ് മിസോറാം എന്ന് പറയുന്നത്. അടുത്തത്, സെൻട്രൽ വിസ്തയിലെ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സേവാ തീർത്ത് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ രാജ്ഭവൻ ലോക് ഭവൻ എന്നൊക്കെ മാറ്റിയ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് ഇനി എന്താ അറിയപ്പെടുക? സേവാ തീർത്ത് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നല്ലൊരു ചോദ്യം വരാം. ഒരു പക്ഷേ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ പേര് മാറ്റങ്ങൾ, പ്രധാനമായിട്ടും ഗവർണർമാരുടെ ഓഫീസ്, ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഓഫീസ്, അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഇതിനൊക്കെ പുതിയ പേരുകൾ ഒരു പക്ഷേ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ 3 പോയിന്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ റിവിഷൻ ചെയ്ത് പഠിക്കുക. ഇനി എഴുതി പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പോയിന്റ് വളരെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത്? വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും
നീളമേറിയ, അതാണ് അവിടെ ഹൈലൈറ്റ് പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ഇനി നമ്മൾ കഴിഞ്ഞ നവംബർ മാസത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു ഇന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ 2027 ഗുജറാത്തിലെ സൂററ്റിനും വാപ്പിക്കുമിടയിൽ വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ട്രെയിൻ ഗതാഗത മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വരവാണ് അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ സർവീസ് എന്ന് പറയുന്നത് ഡൽഹി പാട്ന റൂട്ടിലായിരിക്കും. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഡൽഹി പാട്ന അവക്കിടയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നവരത്ന, മിനിരത്ന, മഹാരത്ന ഇങ്ങനെ ഓരോ പദവികൾ നിശ്ചിത വരുമാനം ക്രോസ് ചെയ്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകാറുണ്ട്, അവരുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് നുമാലിഗഡ് റിഫൈനറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നവരത്ന, മിനിരത്ന, മഹാരത്ന ഒരു വരുമാന കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഇവർക്ക് ഈ പദവി നൽകുന്നത്. അപ്പോൾ ഈ നവരത്ന എന്ന് പറയുന്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് നുമാലിഗഡ് റിഫൈനറി എന്ന് പറയുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആഘോഷമാണ് ദീപാവലി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടത് ദീപാവലിയാണ്. ആരാണ്? ദീപാവലി ആഘോഷമാണ് യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇനി രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? വാരണാസിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് വാരണാസിയിലാണ്. ഇനി ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരമുണ്ട്. ഈ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നൽകുക. അപ്പോൾ ഇത് ഒരാൾക്ക് മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലെ ഇത്തരം പരിസ്ഥിതി പ്രവർത്തകർക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ സുപ്രിയ സാഹു എന്ന് പറയുന്ന വ്യക്തിക്ക്, ഇന്ത്യക്കാരിക്ക് 2025 എന്ത് ലഭിച്ചിട്ടുണ്ട്? ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തെ കുറിച്ചിട്ട് പലപ്പോഴും ആർക്കാണ് ലഭിച്ചത് എന്ന രീതിയിൽ ചോദ്യം PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ സുപ്രിയ സാഹുവിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാലാവസ്ഥ ഇടപെടലുകളിലൂടെ 25 ലക്ഷം ഹരിത തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ച വനവിസ്തൃതി വർദ്ധിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അത്രയും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നുണ്ട്. ചൂടിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കി. ഇതിലൂടെ തമിഴ്നാട്ടിലെ ഏകദേശം 1.2 കോടി ജനങ്ങളുടെ കാലാവസ്ഥ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തി. അപ്പോൾ വന വിസ്തൃതി, ആ ഒരു ഫോറസ്റ്റ് ഏരിയ അത് ഉയർത്തിയതിലൂടെ കാലാവസ്ഥാ മാറ്റങ്ങൾ ഒരു പരിധിവരെ തടയാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? സുപ്രിയ സാഹുവിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഡൊണാൾഡ് ട്രംപ് അവന്യൂ, രത്തൻ ടാറ്റ റോഡ്, ഗൂഗിൾ സ്ട്രീറ്റ് തുടങ്ങിയ പേരുകളിൽ പ്രധാന റോഡുകൾ റിനെയിം ചെയ്ത നഗരമാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ തെലങ്കാനയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഹൈദരാബാദ് അവിടെ റോഡുകൾക്ക് ചില റിനെയിം, അതായത് ചില നാമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഡൊണാൾഡ് ട്രംപ് അവന്യൂ, രത്തൻ ടാറ്റ റോഡ്, ഗൂഗിൾ സ്ട്രീറ്റ് തുടങ്ങിയ പേരുകളിൽ പ്രധാന റോഡുകൾ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച നഗരമാണ് തെലങ്കാനയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഹൈദരാബാദ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടും 3 ഇലക്ഷനാണ് നടക്കുന്നത്. ലോകസഭയിലേക്ക്, അതുപോലെ നിയമസഭയിലേക്ക്. 3 ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന 3 ഇലക്ഷൻ. അതിലൊന്ന് നിയമസഭാ ഇലക്ഷനാണ്, അത് കഴിഞ്ഞാൽ ലോകസഭ ഇലക്ഷനാണ്, പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു മാസ് ഫണ്ട് തന്നെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ചിലവാകുന്നുണ്ട് ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് രാജ്യം മാറുകയാണ്.
അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 129 ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കുന്നതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുന്നതിനായിട്ട് ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന് അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത് PP ചൗധരി എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ രാജ്യം 3 തെരഞ്ഞെടുപ്പാണ് പ്രധാനമായിട്ടും നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മുടെ രാജ്യം മാറുകയാണ്. അപ്പോൾ അതിനായിട്ട് പുതിയ ഭരണഘടനാ ഭേദഗതിയെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട്. 129 ഭരണഘടനാ ഭേദഗതി ബില്ലാണ്, ഭേദഗതിയല്ല ബില്ലാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അധ്യക്ഷനാണ് PP ചൗധരി എന്ന് പറയുന്നത്. ഇനി ഞാൻ നവംബർ മാസത്തിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, രാജ്യത്ത് ഇപ്പോൾ നിലവിൽ 96 റാംസർ സൈറ്റ് ഉണ്ട് അല്ലേ. ഡിസംബറിൽ 2 റാംസർ സൈറ്റ് കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു നവംബറിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത്. അവിടെ 94 റാംസർ സൈറ്റ് എന്നാണ് ഞാൻ ആ ഒരു PPT കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു 94 അല്ല 2026 ജനുവരി ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ദിവസം വരെ ഇന്ത്യയിൽ നിലവിൽ 96 റാംസർ സൈറ്റ് ഉണ്ട്. സോ 2025 ഡിസംബറിൽ നിലയിൽ വന്ന 2 റാംസർ സൈറ്റാണ് സിലി സെർഹ് തടാകം, അത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോപ്ര ജലാശയം അത് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ റാംസർ സൈറ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ വന്നൊരു ചോദ്യമായിരുന്നു ഉദ്ധ്വ തടാകം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ റാംസർ സൈറ്റ് പഠിക്കുന്ന സമയത്ത് അത് ഏത് സ്റ്റേറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സിലി സെർഹ് ലേക്ക് അതെവിടെയാണ്? രാജസ്ഥാനിലാണ്. കോപ്ര ജലാശയം അതെവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. നിലവിൽ ഇന്ത്യയിൽ എത്ര റാംസർ സൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 96 ആണ്. ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുള്ള സ്റ്റേറ്റ് ആണ് തമിഴ്നാട്, സെക്കൻഡ് ഉത്തർപ്രദേശാണ്, 3ാം സ്ഥാനം ബീഹാറിനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് റാംസർ സൈറ്റുകളെ കുറിച്ചും എന്നാണ് തണ്ണീർത്തട ദിനമെന്നും അതിൻ്റെ പ്രമേയത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്, നമുക്കറിയാം സ്ത്രീ ശാക്തീകരണത്തിനും അതുപോലെ തന്നെ ഗ്രാമീണ വികസനത്തിനും വേണ്ടിയിട്ട് 2005 നിലവിൽ വന്ന പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. സോ അതിൻ്റെ പേര് ഇപ്പോൾ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, VBG റാംജി എന്നാക്കിയിട്ട് ഈ പറയുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയിട്ടുണ്ട്. VBG റാംജി എന്ന ഷോർട്ട് ഫോമിലാണ് ഇപ്പോൾ ആരറിയപ്പെടുന്നത്? നമ്മുടെ 2005 നിലയിൽ വന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത്. മാത്രമല്ല കുറച്ച് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. സാധാരണ ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 പ്രവൃത്തി ദിനങ്ങളാണ് ഒരു വ്യക്തിക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഈ പുതിയ നിയമപ്രകാരം VBG റാംജി നിയമം 2025 പ്രകാരം ഈ 100 എന്നത് എത്രയായിട്ട് ഉയർത്തിയിട്ടുണ്ട്? 125 ആയിട്ട്, പ്രവൃത്തി ദിനങ്ങൾ 125 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര തലത്തിലുള്ള ഒരു പദ്ധതിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റേഷ്യോ 40:60 ആക്കി മാറ്റിയിട്ടുണ്ട്. 40:60 എന്ന് പറയുമ്പോൾ 40% ആര് വഹിക്കണം? ഫണ്ട് സ്റ്റേറ്റ് വഹിക്കണം, 60% കേന്ദ്രം വഹിക്കും. പണ്ട് 100% ഇതൊരു കേന്ദ്ര തലത്തിലുള്ള പദ്ധതിയായിരുന്നു. പക്ഷേ കുറച്ച് സ്റ്റേറ്റുകൾക്ക് ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് അവിടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:90 ആണ്. അതായത് 10% ഹിമാലയൻ സംസ്ഥാനങ്ങളും 90% കേന്ദ്രവും. പിന്നെ നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കേന്ദ്രം മുഴുവൻ തുകയും നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അതാണ്. 2025 ഡിസംബർ 16 ലോകസഭയിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. അതായത് 2005 നിലയിൽ വന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. VBG റാംജി നിയമം 2025 എന്നാണ് അതിൻ്റെ പേര്. സോ അതിലെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പ്രവൃത്തി ദിനങ്ങൾ എന്നുള്ളത് 125 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റുകളുടെ വിഹിതം ആദ്യം മുഴുവനായിട്ടും കേന്ദ്രമായിരുന്നു ഫണ്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ വിഹിതം 40:60 ആക്കിയിട്ടുണ്ട്. ഹിമാലയൻ സ്റ്റേറ്റുകളാണെങ്കിൽ 10:90 ആണ്. ഇനി നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ 100% കേന്ദ്രമാണ് ഫണ്ട് നൽകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അടുത്ത പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്ന ഒരു ചോദ്യമായിരിക്കാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടും ഇതിൻ്റെ പോസ്റ്റ് ഡേറ്റ്സ് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായുള്ള ദ്രൗപദി മുർമു. ആദ്യ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. നാവികസേനയുടെ കരുത്തായ INS വാഗ്ഷിർ അന്തർവാഹിനിയിൽ സഞ്ചരിക്കാൻ എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ക്ലാസ് അന്തർവാഹിനി ആണിത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പോയിന്റ് എന്നാണ്, അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്. അതിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു അവസരം ലഭിക്കുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. ആദ്യ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം ആണ്. രണ്ടാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ദ്രൗപദി മുർമു. സോ അവർ കയറിയിട്ടുള്ള അന്തർവാഹിനിയാണ് INS വാഗ്ഷിർ എന്ന് പറയുന്നത് കേട്ടോ, INS വാഗ്ഷിർ. ഇനി ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തി പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയതാരാണ്? കാമ്യ കാർത്തികേയനാണ്. ഓക്കെ, അതായത് ഇന്ത്യ ഈ സൗത്ത് പോൾ ഉണ്ടല്ലോ, അവിടേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന് പറയുന്ന നേട്ടം കൈവരിച്ചത് കാമ്യ കാർത്തികേയനാണ്. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. സോ ഈ പോയിന്റ്, മുകളിലെത്തി ഈ പോയിന്റ് ഉണ്ടല്ലോ, അന്തർവാഹിനിയുമായി ബന്ധപ്പെട്ട ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ദ്രൗപദി മുർമു സഞ്ചരിച്ച അന്തർവാഹിനിയാണ് INS വാഗ്ഷിർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേൾഡുമായി ബന്ധപ്പെട്ട, ലോകവുമായി ബന്ധപ്പെട്ട് 2025 അവസാന മാസത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കി നോക്കാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, 2025 ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ BR അംബേദ്കറുടെ പ്രഥമ അനാച്ഛാദനം ചെയ്ത എവിടെയാണ്? പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്താണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കറുടെ ആ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തത് 2025 ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച്, അതായത് 2025 നവംബർ 26 ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് BR അംബേദ്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്താണ്. ഓക്കെ ആണല്ലോ. ഇനി 2025 ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ വാക്കായി തിരഞ്ഞെടുത്തത് റേജ് ബെയ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കോളിൻസ് ഡിക്ഷണറി ആണെങ്കിൽ വൈബ് കോഡിംഗ്, അതുപോലെ തന്നെ കാംബ്രിഡ്ജ് ഡിക്ഷണറി ആണെങ്കിൽ പാരാസോഷ്യൽ, അതുപോലെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ 2025 വാക്ക് എന്ന് പറയുന്നത് റേജ് ബെയ്റ്റ് ആണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. കോളിൻസ് ആണെങ്കിൽ വൈബ് കോഡിംഗ് ആണ്, അതുപോലെ തന്നെ കാംബ്രിഡ്ജ് ആണെങ്കിൽ പാരാസോഷ്യൽ എന്നാണ് 2025 വാക്ക് എന്ന് പറയുന്നത്. ഇനി ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആണെങ്കിൽ 2025 വാക്ക് എന്ന് പറയുന്നത് എന്താണ്? റേജ് ബൈറ്റ് ആണ്, റേജ് ബൈറ്റ്. ഇനി ടൈം മാഗസിൻ്റെ ഇക്കൊല്ലത്തെ വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത്, ടൈം മാഗസിന് മികച്ച സ്പോർട്സ് പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കാറുണ്ട്, മികച്ച എന്താ പറയുക സ്പോർട്സ് വുമൺ അങ്ങനെ തിരഞ്ഞെടുക്കാറുണ്ട്, മികച്ച വ്യക്തികളെ തിരഞ്ഞെടുക്കാറുണ്ട്, മികച്ച ശക്തിയുള്ള വനിത, ഇങ്ങനെ പല കാറ്റഗറികളിലും ടൈം മാഗസിന് ആ വർഷത്തിൻ്റെ അവസാനത്തിൽ തിരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെ ഇക്കൊല്ലത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ടൈം മാഗസിൻ സെലക്ട് ചെയ്തത് AI ശില്പികളെയാണ്, ആർക്കിടെക്ചേഴ്സ് ഓഫ് AI. അവരെയാണ് ടൈം മാഗസിന് 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2025 വ്യക്തികളായിട്ട് ടൈം മാഗസിൻ സെലക്ട് ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കിടെക്ചേഴ്സ് ഓഫ് AI ആണ്, AI ശില്പികളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ടൈം മാഗസിൻ CEO ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുത്തത് നീൽ മോഹൻ, യൂട്യൂബിൻ്റെ CEO ആണ്. ഇതത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ് അല്ല. ടൈം മാഗസിൻ്റെ CEO ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജനാണ് നീൽ മോഹൻ എന്ന് പറയുന്നത്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇനി നമുക്കറിയാം 2026 G20 ഉച്ചകോടി നടക്കുന്നത് അത് USA നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. 2025 G20 ഉച്ചകോടി സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് നടന്നത്. ഈ 2026 G20 ഉച്ചകോടി നടക്കുന്നത് USA. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂ G20 പദ്ധതി പ്രകാരം പുതുതായി അംഗത്വം നൽകപ്പെട്ട രാജ്യവും പുറത്താക്കപ്പെട്ട രാജ്യവും ഏതാണ്? അപ്പോൾ ന്യൂ G20 എന്ന് പറയുന്ന ആ ഒരു പുതിയ ഒരു ടീം പ്രകാരം ഒരു രാജ്യത്തിന് അംഗത്വം നഷ്ടപ്പെടുകയും മറ്റൊരു രാജ്യത്തിന് അംഗത്വം ലഭിക്കുകയും ചെയ്തു.
അങ്ങനെ അംഗത്വം ലഭിച്ച രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്നത്. ഇനി നഷ്ടപ്പെട്ട രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ G20 പദ്ധതി പ്രകാരം ഒരു രാജ്യത്തിന് G20യിലെ അംഗത്വം നഷ്ടപ്പെടുകയും മറ്റൊരു രാജ്യത്തിന് അംഗത്വം ലഭിക്കുകയും ചെയ്തു. ലഭിച്ച രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്നത്. ഇനി നഷ്ടപ്പെട്ട രാജ്യമാണ് എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. 2026 G20 ഉച്ചകോടി നടക്കുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അമേരിക്കയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വരാൻ പോകുന്നത് ലഡാക്കിലെ ഗാൽവാൻ വാലിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇന്ത്യയിലാണ് വരുന്നത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്കിലാണ് ഈ ഒരു ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം വരുന്നത്. സോ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള എന്തെങ്കിലും നിർമ്മിതികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചേ പറ്റൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ആൻസർ ഏതാണ്? ലഡാക്കിലെ ഗാൽവാൻ വാലിയിലാണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വരുന്നത്. ഇനി ലോകത്തെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ടണലാണ് ടിയാൻഷൻ ഷെൻഗിൻ ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ചൈനയിലാണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 22.13 കിലോമീറ്റർ ആണ്. സോ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ടണലാണ്. അത് പേര് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഏത് രാജ്യത്താണെന്ന് അറിഞ്ഞിരിക്കുക. ലോകത്തെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ടണൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. ആ ടണലിന്റെ പേരെന്താണ്? ടിയാൻഷൻ ഷെൻഗിൽ ടണൽ എന്നാണ്. സോ അതിന്റെ നീളം എത്രയാണ്? 22.13 കിലോമീറ്റർ ആണ്. ആ നീളവും ടണലിന്റെ പേരൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഏത് രാജ്യത്താണെന്ന് അറിഞ്ഞിരിക്കുക. ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ടണൽ സ്ഥിതി ചെയ്യുന്നത്. കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മാഗ്ലേവ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? അതും ചൈനയാണ്. അപ്പം ചൈനയുടെ മറ്റൊരു ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മാഗ്ലേവ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം അത് ചൈനയാണ്. ചൈന. ഓക്കെ. ഇനി UNO എല്ലാ വർഷങ്ങൾക്കും പ്രത്യേക പ്രമേയങ്ങൾ നൽകാറുണ്ട്. ഇപ്പോൾ 2023 ആണെങ്കിൽ മില്ലറ്റ് ഇയർ അഥവാ ചെറുധാന്യങ്ങളുടെ വർഷമായിരുന്നു. 2024 ആണെങ്കിൽ ഒട്ടക വർഷമായിരുന്നു. 2025 ആണെങ്കിൽ ഹിമാനികളുടെ വർഷമായിരുന്നു. അപ്പോൾ ഓരോ വർഷങ്ങൾക്കും ഓരോ പ്രമേയങ്ങൾ UNO നൽകാറുണ്ട്. ഇങ്ങനെ 2026 UNO പ്രധാനമായിട്ട് 3 തീമുകളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് മേച്ചിൽ പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. മറ്റൊന്ന് സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം. ഇനി അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. ഇങ്ങനെ 3 പ്രമേയങ്ങളാണ് 2026 UNO നൽകിയിട്ടുള്ളത്. അപ്പോൾ UNO എല്ലാ വർഷവും പ്രത്യേക പ്രമേയങ്ങൾ ഓരോ വർഷങ്ങൾക്കും നൽകാറുണ്ട്. അതിൽ മേച്ചിൽ പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, അതുപോലെ തന്നെ സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ വർഷം, അതുപോലെ അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. ഈ 3 പ്രമേയങ്ങളാണ് 2026 UNO നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പോർട്സിലേക്ക് വരുവാണെങ്കിൽ ആദ്യം പറയാനുള്ളത് വിരാട് കോഹ്ലിയെ കുറിച്ചാണ്. ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ്, 52 സെഞ്ചുറി. അപ്പോൾ സച്ചിൻ നമുക്കറിയാം ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് സച്ചിനാണ്. 100 സെഞ്ചുറിയാണ് സച്ചിൻ ക്രിക്കറ്റിൽ നേടിയിട്ടുള്ളത്. പക്ഷേ സച്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51 ടെസ്റ്റ് ഫോർമാറ്റിലും 49 ODI ഫോർമാറ്റിലും ഇങ്ങനെയാണ് സച്ചിൻ്റെ ആ ഒരു 100 സെഞ്ചുറിയുടെ കോമ്പോസിഷൻ കിടക്കുന്നത്. എന്നാൽ വിരാട് കോഹ്ലി ക്രിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടുകയാണ്. അതായത് വിരാട് കോഹ്ലി ODI അഥവാ ഏകദിന ക്രിക്കറ്റ് ഫോർമാറ്റിൽ 52 സെഞ്ചുറി നേടിയിട്ടുണ്ട്. സോ ക്രിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന് പറയുന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. മറികടന്നത് സച്ചിൻ്റെ 51 സെഞ്ചുറി എന്ന് പറയുന്ന റെക്കോർഡാണ് മറികടന്നിട്ടുള്ളത്. ഓക്കെ. ഇനി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന താരമായിട്ട് ആര് മാറുന്നുണ്ട്? ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ മാറുന്നുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന താരമായിട്ട് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ മാറുന്നുണ്ട്. മറികടന്നത് പാകിസ്ഥാന്റെ ഷഹീൻ അഫ്രിദിയെയാണ്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരാണ്? അത് രോഹിത് ശർമ്മയാണ്. അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആഭ്യന്തര ടൂർണമെന്റ് ആണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. പലപ്പോഴും ചോദിക്കാറുണ്ട് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്ന് പറയുന്നത്.
സോ ആ ഒരു ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. ഒരു PSC പരീക്ഷയിൽ ഈ വൈഭവ് സൂര്യവംശിയെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഈ IPL ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. വെറും 14 വയസ്സ് മാത്രമുള്ള സമയത്താണ് അതായത് ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ആ പ്രായത്തിലാണ് ഇത്രയും ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി എല്ലാം, അതും IPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകോത്തര താരങ്ങളെല്ലാം മത്സരിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. അതിൽ വൈഭവ് സൂര്യവംശിക്ക് എന്ത് നേടാൻ സാധിച്ചു? സെഞ്ചുറി നേടാൻ സാധിച്ചു. ഇനി ഈ വർഷത്തെ മികച്ച അത്ലറ്റായി വേൾഡ് അത്ലറ്റിക് തിരഞ്ഞെടുത്തത്, അതായത് വേൾഡ് അത്ലറ്റിക് അസോസിയേഷൻ തിരഞ്ഞെടുത്തത് പ്രധാനമായിട്ടും അർമാൻഡ് ഡുപ്ലാന്റിസ്. അദ്ദേഹം സ്വീഡിഷ് പോൾവാൾട്ട് താരമാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡ് തന്നെ പലതവണ മറികടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോൾവാൾട്ട് താരമാണ് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് എന്ന് പറയുന്നത്. പിന്നെ സിഡ്നി മക്ലോഗിൻ, അമേരിക്കൻ അത്ലറ്റ്. ഇങ്ങനെ 2 വ്യക്തികളാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച അത്ലറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. ഇനി പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡൊണാൾഡ് ട്രംപിനാണ്. ഓക്കെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ് പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി 35ാമത് ഫോർമുല 1 വേൾഡ് ചാമ്പ്യൻ ആരാണ്? ലാൻഡോ നോറിസ് ആണ്. അപ്പോൾ ഈ ഫോർമുല 1 എന്ന് പറഞ്ഞാൽ F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറോട്ട മത്സരമാണ്, കാർ റേസിംഗ് മത്സരമാണ് ഈ ഫോർമുല 1 എന്ന് പറയുന്നത്. അതിൽ വേൾഡ് ചാമ്പ്യന് ആരാണ്? ലാൻഡോ നോറിസ് ആണ്. 2025 35ാമത് F1 വേൾഡ് ചാമ്പ്യൻ എന്ന് പറയുന്നത് ലാൻഡോ നോറിസ് ആണ്. ഓക്കെ, അദ്ദേഹം മെക്ലാരൻ എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കാർ ഓടിക്കുന്നത്. അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ലാൻഡോ നോറിസ് എന്ന് പറയുന്ന താരമാണ് 2025 ഫോർമുല 1 കാറോട്ട മത്സര ജേതാവെന്ന് അറിഞ്ഞിരിക്കുക. ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് ജേതാക്കൾ എന്ന് പറയുന്ന ആരാണ്? ജർമ്മനിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയാണ് ഇതിന് വേദിയായത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ആരാണ്? ജർമ്മനിയാണ്. ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആരാണ്? ജർമ്മനിയാണ്. തമിഴ്നാട്, ചെന്നൈ ആണ് ഈ ഒരു ടൂർണമെന്റിന് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചിട്ടുണ്ട്. ക്രിക്കറ്റിനെ 3 ഫോർമാറ്റിലും 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറും ലോകത്തിലെ 5ാമത്തെ താരവുമാരാണ്? ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റ്, ടെസ്റ്റ് ആയിക്കോട്ടെ, ഏകദിനമായിക്കോട്ടെ, T20 ആയിക്കോട്ടെ, ഈ 3 ഫോർമാറ്റിലും ഈ ഒരു 100 വിക്കറ്റ് എന്ന് പറയുന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ബൗളറും ലോകത്തിലെ 5ാമത്തെ ബൗളറുമാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത്. തുടർച്ചയായ 3ാം തവണയും സ്ക്വാഷ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരമാണ് ചെന്നൈ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ജൂനിയർ ഹോക്കി വേൾഡ് കപ്പിന് ചെന്നൈ വേദിയായിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായ 3ാം തവണയും സ്ക്വാഷ് വേൾഡ് കപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് ചെന്നൈ എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു 2025 ഡിസംബറിൽ ഈ ചെന്നൈ സ്ക്വാഷ് വേൾഡ് കപ്പിന് വേദിയായെന്ന് പറഞ്ഞു. തുടർച്ചയായ 3ാം തവണയാണ് ചെന്നൈ ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പിന് വേദിയാകുന്നത്. അപ്പോൾ അതിൽ ചാമ്പ്യൻസ് ആയത് ഇന്ത്യയാണ്. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ ഹോങ്കോങ്ങിനെ, അപ്പോൾ ജസ്റ്റ് ഓർത്തിരുന്നേക്ക്, ഇന്ത്യ പരാജയപ്പെടുത്തിയ ടീം ആരാണ്? ഹോങ്കോങ് ആണ്. ഇതിന് വേദിയായത് ചെന്നൈ ആണ്. അപ്പോൾ 2025 ഡിസംബറിൽ സ്ക്വാഷ് ലോകകപ്പിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയത് ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഹോങ്കോങ്ങിനെയാണ്. ഇനി 2025 ഡിസംബറിൽ 2026 IPL താരലേലം, ഒരു മിനി ഓപ്ഷൻ നടന്നിരുന്നു. അതിൽ 2 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരമായിട്ട് കാമറൂൺ ഗ്രീൻ മാറുന്നുണ്ട്. 25.20 കോടി. ജസ്റ്റ് എത്രയാണെന്ന് അറിയണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പേര് അറിഞ്ഞിരിക്കുക. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരം എന്ന റെക്കോർഡ് കാമറൂൺ ഗ്രീൻ എന്ന് പറയുന്ന താരം നേടിയിട്ടുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടീമാണ് ഈ കാമറൂൺ ഗ്രീനെ ബിഡ് ചെയ്തിട്ട് സ്വന്തമാക്കിയത്. ഓക്കെ, അപ്പോൾ IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരമാണ് കാമറൂൺ ഗ്രീൻ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയക്കാരനാണ്. കൊൽക്കത്ത ആണ് ഈ ഒരു കാമറൂൺ ഗ്രീനെ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റൊരു റെക്കോർഡായിരുന്നു അൺക്യാപ്ഡ് താരം. അൺക്യാപ്ഡ് താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇതുവരെ കളിച്ചിട്ടില്ല. ഓക്കെ, ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. സോ അങ്ങനെ 2 വ്യക്തികൾ, പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും, ഇവർക്ക് 2 പേർക്കും 14.20 കോടി രൂപ
IPL താരലേലത്തിൽ ലഭിച്ചു. അതും മറ്റൊരു റെക്കോർഡാണ്. ചെന്നൈ ആണ് സ്വന്തമാക്കിയത്. പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും അവർ അൺക്യാപ്ഡ് പ്ലെയേഴ്സാണ്. അൺക്യാപ്ഡ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ കളിച്ചിട്ടില്ല. ഓക്കെ, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് IPL കളിക്കുന്നത്. അവരെയാണ് എന്ത് പറയുക, അൺക്യാപ്ഡ് പ്ലെയേഴ്സ് എന്ന് പറയാം. സോ അവർക്ക് ഇതുവരെ ഒരു അൺക്യാപ്ഡ് പ്ലെയറിന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന തുക ലഭിച്ചിട്ടുണ്ട്. 14.20 കോടി. അവരുടെ പേരാണ് പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും. അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഈ ഒരു ചോദ്യവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സ്ക്വാഷ് വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യയാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ഒരു ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും വിലയേറിയിട്ടുള്ള വിദേശ താരം ആരാണ്? കാമറൂൺ ഗ്രീൻ ആണ്. കേരളത്തിലെ ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്ന ടൂർണമെൻറ്റ് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ സീസണാണ് 2025 നടന്നിട്ടുള്ളത്. സോ അതിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയത് കണ്ണൂരാണ്. തൃശ്ശൂരിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരാണ് ഈ ഒരു ചാമ്പ്യൻസ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചൊരു ടൂർണമെൻ്റാണ് സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്നത്. അതിൽ തൃശ്ശൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടാം പതിപ്പിൽ ആര് ചാമ്പ്യന്മാരായിട്ട് മാറുന്നുണ്ട്? കണ്ണൂർ ചാമ്പ്യന്മാരായിട്ട്. കണ്ണൂർ വാരിയേഴ്സ് എന്നാണ് ആ ടീമിൻ്റെ മുഴുവൻ പേര്. അർജുന അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ യോഗാസന കായിക താരമാണ് ആരതി പാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ 2026 ജനുവരിയിൽ അർജുന അവാർഡ് അതുപോലെ തന്നെ ധ്യാൻചന്ദ് പുരസ്കാരമൊക്കെ പ്രഖ്യാപിക്കും. അപ്പോൾ ഈ ഒരു അർജുന അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ യോഗ താരമാണ് ആരതി പാൽ എന്ന് പറയുന്നത്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം ചൂടി ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസൺ. അപ്പോൾ ഇതത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. മാഗ്നസ് കാൾസൺ എന്ന് പറയുന്നത് നോർവേ താരമാണ്. സോ അദ്ദേഹം ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ മാഗ്നസ് കാൾസൺ മുൻ ലോക ചാമ്പ്യനാണ്. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സൂപ്പർ ലീഗ് കേരളയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു അർജുന അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യ യോഗ താരമാണ് ആരതി പാൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫിഫ ദി ബെസ്റ്റ്. ഓക്കെ, 2025 മികച്ച ഫുട്ബോൾ താരങ്ങൾക്കായിട്ട് ഫിഫ നൽകുന്ന പുരസ്കാരമാണ് ഫിഫ ദി ബെസ്റ്റ് 2025. വേറെയും ഒരുപാട് കാറ്റഗറി ഉണ്ട്. മികച്ച പരിശീലകൻ, മികച്ച ഗോൾ കീപ്പർ ഒക്കെ ഉണ്ട്. പക്ഷേ അധികവും ചോദിക്കാറുള്ളത് മികച്ച പുരുഷ താരവും മികച്ച വനിതാ താരവുമാണ്. അതുകൊണ്ടാണ് അവരെ പേര് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മികച്ച പുരുഷ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ ഒസ്മാൻ ഡംബലയാണ്. മികച്ച വനിതാ താരം എന്ന് പറയുന്നത് ഐറ്റാന ബോൺമാറ്റിയാണ്. ഐറ്റാന ബോൺമാറ്റി എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ്. ഓക്കെ, സോ ഫിഫ ദി ബെസ്റ്റ്, ഫിഫ 2025 മികച്ച ഫുട്ബോൾ താരങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇവിടെ നമ്മൾ പഠിക്കുന്ന മികച്ച പുരുഷ താരവും വനിതാ താരവും മാത്രമാണ്. മികച്ച പുരുഷ താരം എന്ന് പറയുന്നത് ഫ്രാൻസ് താരമായുള്ള ഒസ്മാനെ ഡംബലയാണ്. മികച്ച വനിതാ താരമാരാണ്? ഐറ്റാന ബോൺമാറ്റിയാണ്. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 4 മേഖലകൾ, അതായത് കേരളം, ഇന്ത്യ, അതുപോലെ വേൾഡ്, സ്പോർട്സ്, ഈ 4 മേഖലകളിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റിൽ ഒരിക്കൽ കൂടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ 2026 ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്ത് നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്. മറ്റു പ്രധാനപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അതും കാണാൻ മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക്